നമസ്കാരം, ഞാൻ ശശികുമാർ. ഇന്ന് കാവാലം നാരായണ പണിക്കരുടെ പിറന്നാൾ ദിനമാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 96 വയസ്സ് ഉണ്ടാകുമായിരുന്നു. 2016 അദ്ദേഹം അന്തരിച്ചു 88-ാമത്തെ വയസ്സിൽ. 1928 മെയ് 1 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. കാവാലം ഒരു നാടാണ്. ആ കാവാലം എന്ന നാടിനെ പ്രശസ്തമാക്കിയ വ്യക്തികളും സംഭവങ്ങളും, അതിൽ ഒന്ന് കാവാലം ചുണ്ടൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പക്ഷേ ഈ വള്ളംകളിയുടെ പഴയ കാലം, ആ കാലമൊക്കെ അറിയാവുന്നവർക്കായിരിക്കും കൂടുതൽ കാവാലം ചുണ്ടനെക്കുറിച്ച് അറിയാവുന്നത്. എന്നാൽ കാവാലത്ത് ഒട്ടേറെ പ്രതിഭകൾ ഉണ്ടായിട്ട് അവരുടെയൊക്കെ പേരിനൊപ്പം കാവാലമില്ലാഞ്ഞത് കൊണ്ട് കൂടിയാവാം കാവാലം നാരായണ പണിക്കർ കാവാലത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറി. സർദാർ KM പണിക്കരെ പോലെ, ഡോക്ടർ K അയ്യപ്പ പണിക്കരെ പോലെ അതിപ്രശസ്തരായ ധാരാളം ആൾക്കാർ കാവാലം നാരായണ പണിക്കർ, അദ്ദേഹത്തിൻ്റെ മകൻ കാവാലം ശ്രീകുമാർ. അങ്ങനെ കാവാലം എന്ന് കേൾക്കുമ്പോൾ ആരും ഓർമ്മിക്കുന്ന ഒരു പേര് കാവാലം നാരായണ പണിക്കരുടേതാണ്. അദ്ദേഹം നാടക രചയിതാവാണ്, നാടക സംവിധായകനാണ്. കേരളീയമായ തനത് നാടക വേദി എന്ന ഒരാശയത്തിന് ആവിഷ്കാരം കൊടുത്ത പ്രമുഖരിൽ മുഖ്യനാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കൃത നാടക അവതരണങ്ങൾ അത് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി. ധാരാളം സിനിമാ ഗാനങ്ങൾ എഴുതി. നാടൻ പാട്ട് അതിന് വളരെയേറെ പ്രാമുഖ്യം നേടിക്കൊടുത്ത ഒരു സംഗീത പ്രവർത്തകൻ കൂടിയാണ് നാരായണ പണിക്കർ. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ തനതായ സോപാന സംഗീത സംവിധാനത്തെക്കുറിച്ച് ആധികാരികമായി അതിനെക്കുറിച്ച് പഠിക്കുകയും അവതരിപ്പിക്കുകയും അതിന് അധീശത്വം നേടിക്കൊടുക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ വിയോഗം, ഒരുപക്ഷെ 88-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഒരു അകാല വിയോഗം തന്നെയാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ധാരാളം നമുക്ക് ലഭിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ നാടക പ്രവർത്തനത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നത് ശ്രീ മഹാഭാഗവതം അദ്ദേഹം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഏതാണ്ട് ഒരു നിർവേദാവസ്ഥയിലേക്കൊക്കെ അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന് രോഗബാധിതനായി അദ്ദേഹം മരിക്കുകയും ചെയ്തത്. അദ്ദേഹം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാരണം, അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനത്തിൽ ഒക്കെ ഏതാണ്ടൊരു പരമാവധിയിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞ സമയത്ത് സ്വന്തം നാട്ടിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ നാടക സങ്കല്പത്തെക്കുറിച്ചും കലാസങ്കല്പവും ഒക്കെ പാരമ്പര്യം തുടർന്നു വരാൻ നാട്ടിൽ കുറേ ആൾക്കാരുണ്ടാവണം എന്ന ലക്ഷ്യത്തിൽ കുട്ടികളെ കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ടി വേനൽക്കാലത്ത് നടത്തിയിരുന്ന കുരുന്നുകൂട്ടം എന്ന പരിപാടിയായിരുന്നു. കുരുന്നുകൂട്ടം എന്ന നാടക കലാപരിശീലന സംവിധാനം ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസമൊക്കെ നിലനിൽക്കുന്ന പരിപാടിയായിരുന്നു. അത് നടക്കുമായിരുന്നു. ഇപ്പോഴത് മുടങ്ങിക്കിടക്കുകയാണ്. അതൊരു വലിയ സംരംഭമായിരുന്നു കാവാലത്തെ സംബന്ധിച്ചിടത്തോളം. ഒരേ സമയം അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങൾ വളരെയേറെ പ്രശസ്തം. നമുക്ക് എല്ലാവർക്കും വളരെയേറെ അറിയാവുന്ന സിനിമാ ഗാനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പുലരിത്തു മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന പാട്ട് എന്തൊരു മനോഹരമായ ഗാനമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ റേഡിയോയിൽ കേട്ട നമ്മുടെ ലളിതഗാനങ്ങൾ, മുത്തുകൊണ്ടെൻ്റെ മുറ നിറഞ്ഞു, പവിഴം കൊണ്ടെൻ്റെ പറ നിറഞ്ഞു, നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സു മാത്രം. എന്തൊരു ഗംഭീരമായ പാട്ടുകൾ. നാടൻ വാക്കുകൾ, നാടൻ പാട്ടുകൾക്ക് സമാനമായിട്ട് അത് എല്ലാ ഗാനങ്ങളിലും, ഈവൻ ചലച്ചിത്ര ഗാനങ്ങളിൽ പോലും അദ്ദേഹം ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത് നമുക്ക് ആ വാക്കുകളെയും സംസ്കാരത്തെയും സുപരിചിതമാക്കി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഭാസ നാടക സങ്കല്പം, ഭരതമുനിയുടെ നാടക സങ്കല്പത്തെ, നാട്യ സങ്കല്പത്തെ അദ്ദേഹം പിന്തുടർന്നു. ഭാസ നാടക മാർഗത്തിലേക്കാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ വെച്ചത്. ഭാസ നാടക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുമ്പോഴും ഭാസൻ ഉല്ലംഘിച്ച അല്ലെങ്കിൽ ഭാസൻ കണ്ടെത്തിയ ഭരത മുനിയുടെ നാടക സങ്കല്പത്തിനപ്പുറത്തേക്ക് ഭാസൻ കടന്നു പോയതുപോലെ മലയാള നാടകവേദിയിൽ അദ്ദേഹം നാരായണ പണിക്കർ സാറ് കടന്നുപോയ ഒരു കാലമുണ്ട്. ആ കാലത്തിൻ്റെ സാക്ഷികൾ, അദ്ദേഹത്തിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞ നാടകം, ദൈവത്താർ എന്ന് പറഞ്ഞ നാടകം, അവനവൻ കടമ്പ,
അതൊക്കെ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും പ്രശസ്തമാണ്, എങ്കിലും വളരെ പ്രശസ്തമായ നാടകം. അതിലെനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായത്, കഴിഞ്ഞ ദിവസം ഞാനത് ഇങ്ങനെ പുസ്തകങ്ങളെടുത്ത് വായിച്ച സമയത്ത് ദൈവത്താർ എന്ന് പറഞ്ഞ നാടകത്തിൽ അത് ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ദൈവത്താർ എന്ന് പറഞ്ഞ നാടകം, ആ നാടകം അച്ചടിച്ച് കിട്ടിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് 27 പേജ് ആ നാടകം ഉള്ളൂ. പക്ഷേ നാടകത്തിൻ്റെ ഇരട്ടി വലിപ്പത്തിലാണ് അതിൻ്റെ അവതാരിക. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 53 54 പേജോളം അതിൻ്റെ അവതാരികയുണ്ട്. അതൊരു പക്ഷേ നമ്മളുടെ ഇതിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഒരു പുതിയ സംഭവം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ അയ്യപ്പ പണിക്കർ, CN ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ ആൾക്കാർ ഒരുമിച്ചിരുന്ന് നടത്തിയ സംഭാഷണത്തെ ആ നാടകത്തിൻ്റെ അവതാരികയാക്കി. അതോടുകൂടി ആ നാടകത്തിൻ്റെ ഈ നാടകം എന്നാ പറയണ്ടേ, നാടകത്തിനെക്കുറിച്ചല്ല, നാടകസങ്കല്പത്തെക്കുറിച്ച്, കലാസങ്കല്പത്തെക്കുറിച്ച് അതിനകത്ത് PK വേണുഗോപാലൻ നായർ സാറുണ്ട്, G ശങ്കരപ്പിള്ള ഉണ്ട്, നാരായണ പണിക്കർ സാറുണ്ട്, അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിനെ അവതാരികയാക്കിയിരിക്കുന്ന ഒരു ഗംഭീര സംഭവം. അതൊക്കെയാണ് ഈ സാഹിത്യ സാംസ്കാരിക രംഗത്തുണ്ടാക്കുന്ന വിപ്ലവങ്ങൾ, അടയാളങ്ങൾ എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ്. അത് ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കലാജീവിതം വലിയ പരീക്ഷണങ്ങളുടേതായിരുന്നു. ഒരേ സമയം നമുക്ക് തോന്നും സംഘർഷങ്ങളുടെയോ അല്ലെങ്കിൽ സംഘടനകളുടെയോ വൈരുദ്ധ്യങ്ങളുടേതാണെന്ന് തോന്നും. അതേസമയം സമന്വയമായിരുന്നു എന്നുള്ളത് വാസ്തവം. അദ്ദേഹം നാടകത്തിൽ പരീക്ഷണങ്ങൾ നടത്തി, അദ്ദേഹത്തിൽ കവിതയിൽ പരീക്ഷണങ്ങൾ നടത്തി. ഭാഷ നാടകത്തെ, ഭരതമുനിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയ ഭാഷ നാടകത്തെ അദ്ദേഹം പിന്തുടരുന്നതോടൊപ്പം തന്നെ ഭാസൻ നാടകത്തിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ ഒരു സാംസ്കാരിക ധാർമ്മിക ബോധം അദ്ദേഹത്തിൻ്റെ കാവാലം നാരായണപ്പണിക്കരുടെ നാടകങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കവിതയിലെ പരീക്ഷണങ്ങൾ, അദ്ദേഹം ക്ലാസിക് കാലഘട്ടത്തെ സംഭവങ്ങളെ ആനുകാലികമാക്കി നാടനാക്കി അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രസിദ്ധമായ യവനിക എന്ന് പറഞ്ഞ സിനിമയിൽ ONV കുറുപ്പിൻ്റെ ഒരു ഗാനമുണ്ടല്ലോ, ഒരു ഭരതമുനി ഒരു കളം വരച്ചു, ഭാസകാളിദാസർ കരുക്കൾ വെച്ചു എന്ന പാട്ട്. ആ പാട്ടിൽ പറഞ്ഞതുപോലെ കറുപ്പും വെളുപ്പും കരുക്കൾ നീക്കി കാലം കളിക്കുന്നു, ആരോ കൈകൊട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പാട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഈ നാരായണ പണിക്കർ സാറ് അദ്ദേഹത്തിൻ്റെ നാടക ജീവിതം കൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന കറുപ്പും വെളുപ്പും നിരത്തി വെച്ചുണ്ടാക്കിയ ആ കളിയിൽ നിന്ന് നമുക്ക് കിട്ടിയത് വളരെ ഗംഭീരമായ നാടകങ്ങളാണ്. അദ്ദേഹം ഭാരതീയ ദർശനങ്ങളെ, നമ്മുടെ ജീവിത ദർശനങ്ങളെ, അടിസ്ഥാനപരമായ ദർശനങ്ങളെ ഏറ്റവും ലളിതമാക്കി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അത് സിനിമയിൽ പാട്ട് പാടിയപ്പോൾ പാട്ട് രചിച്ച സമയത്തുള്ള ആ പാട്ടുകൾക്കും അങ്ങനെയായിരുന്നു. ആ പാട്ടുകൾക്കുള്ള തിളക്കം മറ്റൊന്നാണ്. അതിലും വളരെ ആ സിനിമയിലെ പാട്ടുകളെ ഏറ്റവും ലളിതമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനും, ഏറ്റവും ഗഹനമായ ആശയങ്ങൾ അവതരിപ്പിക്കാനും, ഒപ്പം തന്നെ ആശയങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള ഘടന പാട്ടിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹരിചന്ദന എന്നൊരു പാട്ടില്ല, മറ്റേ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ പാടിയ പാട്ട്, ആ പാട്ടുകളൊക്കെ അതിഗംഭീരമായ സംസ്കൃത സാഹിത്യം ഉൾപ്പെടുത്തിയതാണെങ്കിൽ പോലും അതിൻ്റെ താളം, അതിൻ്റെ രൂപം, അതിൻ്റെ ഘടനയൊക്കെ വളരെ പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുക, അതേസമയം തന്നെ നാടകത്തിലുണ്ടാവുക, ആ നാടകം എന്ന് പറയുന്നത് ഒരിക്കലും സിനിമയുടെ സ്വാധീനം നാടകത്തിൽ ഉണ്ടാകാതിരിക്കുക, അങ്ങനെ ഒരേ സമയം സംഘർഷം അനുഭവിക്കുകയും അതിനകത്തെല്ലാം സമന്വയം കൊണ്ടുവരികയും ചെയ്ത ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം കൂടിയില്ലേ, ഒരു രസകരമായ സംഭവം കൂടി. എൻ്റെ മകൻ ഒക്കെ അദ്ദേഹത്തിൻ്റെ കുരുന്നുകൂട്ടം എന്ന് പറയുന്ന നാടക പരിപാടിയിൽ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അയാൾ പഠിക്കുന്നത് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കഴിഞ്ഞ ദിവസം അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യേണ്ട ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമ, ആ സിനിമാ നിർമ്മാണത്തിൽ അഭിനയിക്കുവാൻ വേണ്ടി ആൾക്കാരെ കോൾ ഫോർ ചെയ്തുകൊണ്ടുള്ള അപേക്ഷയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വേണ്ടി വന്നു, ഒരു സ്ത്രീ അഭിനയിക്കാൻ വേണ്ടി വന്നു, യുവതി. അപ്പോൾ അവർക്ക് കഥയെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞെല്ലാം വർത്തമാനം പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ലെഷർ ടൈം സംസാരിക്കുമ്പോൾ നാടൊക്കെ ചോദിച്ചപ്പോൾ കേരളമാണെന്ന് പറഞ്ഞു. കേരളത്തിലെവിടെയാണ്? കാവാലത്താണ് പറഞ്ഞു. കാവാലത്ത് ആണെങ്കിലും ഞാനിപ്പോൾ താമസിക്കുന്നത് പാലക്കാടാണ്. ഓക്കെ, എല്ലാം പറഞ്ഞു വന്ന സമയത്ത് ഇവർ പറഞ്ഞു ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്, കാവാലത്ത് വന്നിട്ടുണ്ട്. കാവാലത്ത് എവിടെയാണ് വന്നത്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാവാലം നാരായണപ്പണിക്കർ സാർ ഒരു പ്രോഗ്രാം നടത്തുമായിരുന്നു, ആ പ്രോഗ്രാമിൽ ഒരു വർഷം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് തുടക്കം മുതലേ ഞാൻ ആളിനെ കണ്ട സമയത്ത് എൻ്റെ എവിടെയോ പരിചയമുള്ളത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ അവിടെ ആ ക്യാമ്പിൽ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ പേര് ഭാരതി എന്നാണ് അഭിനയിക്കാൻ വന്ന ആളുടെ പേര്. അപ്പോൾ ഈ കാലം നാരായണ പണിക്കർ സാറിൻ്റെ
ഈ കാലം എന്നൊരു വലിയ സങ്കല്പമുണ്ട്. കാലനെ തിരി എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം തന്നെയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം പോലെ പിന്നെ കറങ്ങി കറങ്ങി വീണ്ടും വന്ന സമയത്ത് അവർ തമ്മിൽ വീണ്ടും വേറൊരു സ്ഥലത്ത് വെച്ച് യോജിക്കാൻ കഴിയുന്നു. അത് ഒരേ നാടകത്തിൻ്റെ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെയൊക്കെ പ്രവർത്തന മേഖലയിൽ എന്ന് പറയുന്നത് വേറൊരു കൗതുകമായിട്ട് തോന്നി. ഞാൻ ഇങ്ങനെ പഴയ പുസ്തകങ്ങളൊക്കെ നോക്കിയ സമയത്ത് 2007 ജന്മഭൂമിയിൽ നാരായണ പണിക്കർ സാർ എഴുതിയ ഒരു കവിത, നാളെയുടെ ഇന്നലെ. രസമാണ്, വാക്കുകൾക്കും ആശയങ്ങൾക്കൊക്കെ അദ്ദേഹം കൊടുത്തിരിക്കുന്നൊരു പ്രത്യേകത. അതിനകത്തൊരു ആ ഭാഗം ഇങ്ങനെയാണ്: യമനൊരു നിയമി നിയാമകബലനായി നരകാധിപനായി തെക്കിനി വാഴും ശിക്ഷകനിവനെ സമയാധിപനായി സ്ഥാവരജംഗമ സകലേശ്വരനാം സൂര്യനു പുത്രൻ ചലനാത്മകയാം യമുനയ്ക്കുറ്റൊരു സഹജൻ ശിവപെരുമാളിൻ ശീലമെഴുന്ന കൃതാന്തൻ കാലനുമതുപോൽ കാലാന്തകനുമിവൻ താൻ ഇന്നലെയാം നിമിഷത്തിൻ ചേതന മാഞ്ഞപരേത സ്മൃതിയിലുണർന്നിടും ഇന്നിനെ ഉള്ളിൽ കൊള്ളുവതിനൊപ്പം അതിന്നും മുക്തി കൊടുക്കും ഇമിയിൽ നശ്വരകേളി നടത്തി രസിപ്പിതനശ്വര സമയാധിപനാം കാലം കടന്നുപോയി, പക്ഷേ കാവാലം ഒരിക്കലും കടന്നു പോകുന്നില്ല. അത് നമ്മളുടെ മനസ്സിൽ, ഹൃദയത്തിൽ, നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ ചെവിയിൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആ കാവാലത്തിൻ്റെ സ്പന്ദനം എന്നും ഉണ്ടാവും. ഞാൻ ആശാൻ എന്ന് വിളിച്ചിരുന്ന, ഞാൻ എന്നെ ശിഷ്യനായി കണ്ടിരുന്ന ആശാൻ്റെ മുമ്പിൽ, നാരായണ പണിക്കർ സാറിൻ്റെ മുമ്പിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.